ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിദഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 105 ഷറഹ് തുടരുകയാണ്. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം: ഇദാ അറാദല്ലാഹു അൻ യൂഹിയ ബിൽ അംരി, അള്ളാഹു ഒരു കാര്യം വഹി നൽകപ്പെടാൻ ഉദ്ദേശിച്ചാൽ, ഫഹാദാ ഫീഹി, അപ്പോൾ ഇതിൻ്റെ വിശദീകരണം പറയാണ്. അപ്പോൾ ഇതിലുണ്ട് ഇസ്ബാത്തുൽ ഇറാദത്തി ലില്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇറാദത്ത് എന്ന സിഫത്തുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തൽ ഇതിലുണ്ട്. വഹിയ സിഫത്തും മിൻ സിഫാത്തിഹി, അത് അവൻ്റെ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്ത് ആണ്. ദല്ലത്ത് അലൈഹ അൽ ആയാത്തുൽ ഖുർആനിയ വൽ അഹാദീസുൻ നബവിയ, അത് അറിയിക്കുന്ന ഖുർആൻ വചനങ്ങളും നബവി ഹദീസുകളും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും അത് അറിയിക്കുന്നു. ഫല്ലാഹു ജല്ല വഅല ലഹു ഇറാദത്തുൻ, അപ്പോൾ അള്ളാഹു ജല്ല വഅല അവന് ഇറാദത്തുണ്ട്, ഉദ്ദേശ്യമുണ്ട്. വ ഇറാദത്തുഹു അലാ നൗഐൻ, അവൻ്റെ ഇറാദത്ത് എന്ന് പറഞ്ഞാൽ അത് രണ്ട് തരത്തിലാണ്. ഒന്ന് ഇറാദത്തുൻ കൗനിയത്തുൻ, കൗനിയത്തായിട്ടുള്ള ഇറാദത്ത്. ബിഹ യഖ്ലുഖു വയർസുഖു, അതുകൊണ്ട് അവൻ സൃഷ്ടിക്കുകയും അവൻ വിഭവങ്ങൾ നൽകുകയും ചെയ്യുന്നു. പിന്നെ വയഹ്ദി വയുദില്ലു, അതേപോലെ അവൻ മാർഗദർശനം നൽകുകയും അവൻ വഴികേടിലാക്കുകയും ചെയ്യുന്നു. വയുഹി വയുമീത്തു, അവൻ ജീവിപ്പിക്കുകയും അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അള്ളാഹു ഹിദായത്തിൻ്റെ മാർഗം കാണിച്ചു കൊടുക്കും, എന്നിട്ട് അവർക്ക് ഹിദായത്ത് തൗഫീഖ് നൽകുന്നത് അള്ളാഹുവാണ്. എന്നാൽ മർക്കട മുഷ്ടിക്കാരെ ഫലപ്രയോഗത്തിലൂടെ അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, ഹിദായത്തിലാക്കുന്നില്ല, അവരെ അള്ളാഹു വഴികേടിലാക്കുന്നു. അപ്പോൾ മാർഗദർശനം ചെയ്യുന്നവനും വഴികേടിലാക്കുന്നതൊക്കെ അള്ളാഹുവാണ്. ജീവിപ്പിക്കുന്നു, യുഹി അവൻ ജീവിപ്പിക്കുന്നു, യുമീത്തു അവൻ മരിപ്പിക്കുന്നു. അപ്പോൾ ഇറാദത്തുൻ ഷറഅയ്യത്തുൻ, അപ്പോൾ ഇറാദത്തുൻ രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ കൗനിയത്ത് പറഞ്ഞു, മറ്റൊന്ന് ഇറാദത്തുൻ ഷറഅയ്യത്തുൻ ദീനിയത്തുൻ, ഷറഅയ്യത്തായ ദീനിയത്തായ ഇറാദത്ത് ഉദ്ദേശ്യമാണ്. ബിഹ, അതുകൊണ്ട് യഅ്മുറു ഇബാദഹു ബിമാ യുസ്ലിഹുഹും വയൻഹാഹും അമ്മാ യദുർറുഹും, അവൻ അവൻ്റെ ദാസന്മാർ അവർക്ക് നന്മയുള്ള കാര്യം അവരോട് കൽപ്പിക്കുന്നു, അതേപോലെ അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ദോഷകരമായ കാര്യം അവർക്ക് നിരോധിക്കുന്നു. മിസ്ലു ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം പോലെ, യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും വയതൂബ അലൈക്കും വല്ലാഹു അലീമുൻ ഹകീം. യുരീദുല്ലാഹു, അല്ലാഹു ഉദ്ദേശിക്കുന്നു, ലിയുബയ്യിന ലക്കും, നിങ്ങൾക്ക് വിവരിച്ചു തരാൻ, അവൻ വിവരിച്ചു തരാൻ, വയഹ്ദിയക്കും അവൻ നിങ്ങൾക്ക് മാർഗദർശനം അവൻ നൽകുന്നതിനും, സുനനല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങളുടെ മുമ്പുള്ളവരുടെ ചര്യകൾ, വയതൂബ അലൈക്കും നിങ്ങൾക്ക് നിങ്ങളുടെ തൗബ അവൻ സ്വീകരിക്കുന്നതിനും, വല്ലാഹു അലീമുൻ ഹകീം അവൻ അള്ളാഹു സർവജ്ഞനും യുക്തിജ്ഞനുമാകുന്നു. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, യുരീദു അല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ. അവിടെയൊക്കെ എന്താണ് ഇറാദത്തുൻ ദീനിയ്യത്തുൻ. ഇവിടെ യുരീദു എന്ന് പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുന്നു, ബിക്കും നിങ്ങളെ കൊണ്ട് അൽ യുസ്റ എളുപ്പം, വലാ യുരീദു ബിക്കും നിങ്ങളെ കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നില്ല അൽ ഉസ്റ ബുദ്ധിമുട്ടിനെ എന്ന്. കമാ ഫസ്വല ദാലിക അഹ്ലുൽ ഇൽം. ഇപ്പോൾ പണ്ഡിതന്മാർ ഇതിനെ ഇങ്ങനെ രണ്ടായി തിരിച്ച് പറഞ്ഞതാണ്. ഒന്ന് ഇറാദത്തുൻ കൗനിയ്യത്തുൻ, രണ്ടാമത്തെ ഇറാദത്തുൻ ശർഇയ്യത്തുൻ ദീനിയ്യത്തുൻ. അയ്യുഹിയ, അപ്പോൾ അവൻ വഹി നൽകാൻ. അൽ വഹയു ഹുവ അൽ ഇഅ്ലാമു ബിസുർഅത്തിൻ വഖഫായിൻ. വഹി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വാക്കർത്ഥം അൽ ഇഅ്ലാമു അറിയിക്കലാണ്, ബിസുർഅത്തിൻ പെട്ടെന്ന് വേഗതയിൽ, വഖഫായിൻ രഹസ്യമായിട്ടും, വഹുവ അലാ നൗഐൻ. ഈ വഹി എന്ന് പറഞ്ഞാൽ തന്നെ അത് രണ്ട് ഇനമുണ്ട്. വഹയുൽ ഇൽഹാമിൻ വ വഹയു ഇർസാലിൻ. ഒന്ന് ഇൽഹാമിൻ്റെ തോന്നിക്കൽ എന്ന വഹിയാണ്. വഹയു ഇർസാലിൻ അയക്കൽ, മുർസലീങ്ങൾക്ക് കൊടുക്കുന്ന വഹി, മുർസലുകൾക്ക് നബിമാർക്ക് നുബുവത്തിൻ്റെ വഹി, നുബുവത്തായിട്ട് ബന്ധപ്പെട്ട വഹിയാണ്. അപ്പോൾ വഹിയുൽ ഇൽഹാമിൻ്റെ വഹി, തോന്നിക്കൽ എന്ന വഹി എന്ന് പറഞ്ഞാൽ യകൂനു ബി ഇൽഹാമില്ലാഹി ബഅദൽ മഖ്ലൂഖാത്തി ബി ബഅദിൽ ഉമൂർ, അള്ളാഹു അവൻ്റെ ചില സൃഷ്ടികളെ
ചില കാര്യങ്ങൾ കൊണ്ട് തോന്നിക്കുന്നു. മിസ്ലു ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം പോലെ. ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണ്? ഉദാഹരണം അതായത് വഔഹാ റബ്ബുക ഇലൻ നഹ്ലി, സൂറത്തുൻ നഹ്ൽ 68-ാമത്തെ ആയത്തിൽ കാണാം. وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون. وأوحى ربك, നിൻ്റെ റബ്ബ് വഹി നൽകി എന്ന് പറഞ്ഞാൽ തോന്നിപ്പിച്ചു കൊടുത്തു. ഇല നഹ്ലി, തേനീച്ചക്ക്. അനിത്തഹിദീ മിനൽ ജിബാലി ബുയൂത്ത, പർവ്വതങ്ങളിൽ നിന്ന്, പർവ്വതങ്ങളുടെ ചില ഭാഗത്ത് എന്ത് ചെയ്യുക? ബുയൂത്ത, വീടുകളുണ്ടാക്കാൻ, തേനീച്ചയുടെ വീടുകൾ, തേനീച്ച കൂടുകളുണ്ടാക്കാൻ. വമിന ഷജരി, മരങ്ങളിൽ നിന്നും ചില ഭാഗങ്ങളിൽ. വമിമ്മായ ആരിഷൂൻ, അവർ കെട്ടിയുയർത്തി ഉണ്ടാക്കുന്ന, മനുഷ്യർ ഉണ്ടാക്കുന്ന ചില സംഗതികളിലും ഒക്കെ തേനീച്ചക്കൂടുണ്ടാക്കാൻ അള്ളാഹു തേനീച്ചക്ക് വഹി നൽകി തോന്നിപ്പിച്ചു കൊടുത്തു. അതായത് അൽഹമഹ, അതിന് തോന്നിപ്പിച്ചു കൊടുത്തു എന്നർത്ഥം. വമിസ്ലു ഖൗലിഹി തആല, അള്ളാഹു തആലയുടെ വചനം പോലെ. എന്താണ് മറ്റൊരു? ഇപ്പോൾ മൂസ അലൈഹി സ്വലാമയുടെ ഉമ്മയോട് അള്ളാഹു, ആ ഉമ്മക്ക്, മൂസ അലൈഹി സ്വലാമിൻ്റെ മാതാവിന് വഹി നൽകി. അതെന്താണ്? നുബുവത്തിൻ്റെ വഹിയല്ല, റിസാലത്തിൻ്റെ വഹിയല്ല, തോന്നിപ്പിക്കലാണ്. വഔഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർദിഈഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം വലാ തഖാഫി വലാ തഹ്സനി ഇന്നാ റാദ്ദൂഹു ഇലൈകി വജാഇലൂഹു മിനൽ മുർസലീൻ. അതാണ് പൂർണ്ണമായത്. വഔഹൈന, നാം വഹി നൽകി തോന്നിപ്പിച്ചു, ഇലാ ഉമ്മി മൂസ, മൂസ അലൈഹി സ്വലാമിൻ്റെ മാതാവിലേക്ക്. അൻ അർദിഈഹി, അവന്, അതായത് മൂസാക്ക്, മൂസ അലൈഹി സ്വലാമിന് നീ മുല കൊടുക്കണമെന്ന്. ഫഇദാ ഖിഫ്തി അലൈഹി, അവൻ്റെ വിഷയത്തിൽ നീ ഭയപ്പെട്ടാൽ, ഫഅൽഖീഹി ഫിൽ യമ്മി, നീ എന്ത് ചെയ്യണം? അവനെ യമ്മിൽ ഇടണം എന്ന്. അതായത് നദിയിൽ, യമ്മ് എന്ന് പറഞ്ഞ നദി, ഒരു പെട്ടിയിലാക്കിയിട്ട് നദിയിൽ ഇടാൻ പറഞ്ഞു. എന്നിട്ട് തുടർന്ന് പറഞ്ഞ എന്താണ്? വലാ തഖാഫി, നീ ഭയപ്പെടണ്ട, വലാ തഹ്സനി, നീ ദുഃഖിക്കുകയും വേണ്ട. ഇന്നാ റാദ്ദൂഹിലേക്ക്, നിശ്ചയം നാം അവനെ, അതായത് മൂസയെ നിന്നിലേക്ക് മടക്കി തരുന്നതാണ്. വജാഇലൂഹു മിനൽ മുർസലീൻ, അവനെ നാം മുർസലീങ്ങളിൽ, റസൂലുമാരിൽ ഉൾപ്പെടുത്തുന്നതും ആണ്, റസൂൽമാരിൽപ്പെട്ടവരെ ആക്കി തീർക്കുമെന്ന്. അപ്പോൾ ഇവിടെ മൂസ അലൈഹി സ്വലാം ഇസ്രായേലിയരിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെയൊക്കെ ഫിർഔന്റെ കൽപ്പന പ്രകാരം കൊലപ്പെടുത്തപ്പെട്ടിരുന്ന ആ കാലഘട്ടത്തിലാണല്ലോ ജനിക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാമിനെ വളർത്താനാണ് ഉദ്ദേശിച്ചത്. അതിനുള്ള ഒരു മാർഗം അള്ളാഹു പറഞ്ഞെടുത്തതാണ് ഇത്. അപ്പോൾ ഇവിടെ മൂസ അലൈഹി സ്വലാമിൻ്റെ മാതാവിന് തോന്നിപ്പിച്ചു എന്ന അർത്ഥത്തിലാണ്. അമ്മാ വഹീൽ ഇർസാലി ഫഹുവല്ലദീ യൻസിലു ബിഹി ജിബ്രീലു അലൈഹിസ്സലാം ഇലർ റസൂലി. അപ്പോൾ ഇർസാലിൻ്റെ വഹി എന്ന് പറയുന്നത് അത് ആണ് റിസാലത്തിൻ്റെ വഹി. അള്ളാഹുവിൻ്റെ സത്യസന്ദേശം ജനങ്ങൾക്ക് നബിമാർ, മുർസലീങ്ങൾ മുഖേന എത്തിച്ചു കൊടുക്കുക. ആ ഇർസാലിൻ്റെ വഹി എന്ന് പറയുന്നത് ഫഹുവല്ലദീ യൻസിലു ബിഹി ജിബ്രീലു അലൈഹിസ്സലാം, അതും കൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത് ഇലർ റുസുലി, മുർസലീങ്ങളിലേക്ക്. ബിൽ അംരി, അപ്പോൾ അള്ളാഹു വഹി കൊണ്ട് ഉദ്ദേശിച്ചാൽ, ബിൽ അംരി ഒരു കാര്യം കൊണ്ട് വഹി നൽകപ്പെടാൻ ഉദ്ദേശിച്ചാൽ, വഹി ഉദ്ദേശിച്ചാൽ അതായത് അഷ്അൻ ബിശ്ശഅനി മിൻ ശുഊനിൽ കൗനി വൽ മഖ്ലൂഖാത്ത്, പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടികളുടെയും കാര്യങ്ങളിൽപ്പെട്ട. ഔ ബിൽ അംരി മിനൽ വഹിയിൽ മുനസ്സലി അല റുസുലി, അല്ലെങ്കിൽ മുർസലീങ്ങൾക്ക് അവതരിപ്പിക്കപ്പെടുന്ന വഹി, അതിൻ്റെ കാര്യം. ഫഹു ആമുൻ, അത് മൊത്തത്തിലുള്ളതാണ്. ഫൽ അംറു അലാ നൗഈൻ, അപ്പോൾ അള്ളാഹു ഇവിടെ കാര്യം എന്ന് പറഞ്ഞത് രണ്ട് ഇനത്തിലാണ്, കൗനിയുൻ വ ശർഈൻ, കൗനിയായാലും ശർഈയായാലും. തകല്ലമ ബിൽ വഹി തകല്ലുമൻ യലീഖു ബി ജലാലിഹി, വഹി കൊണ്ട് സംസാരിക്കാമെന്ന് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിൻ്റെ ജലാലത്തിന്, അളമത്തിന്, മഹത്വത്തിന് യോജിക്കുന്ന ലായിക്കായ വിധത്തിലുള്ള ഒരു തക്കല്ലുമാണ് സംസാരം. വഹാദാ ഫിഹി ഇസ്ബാത്തുൽ കലാമില്ലാഹി സുബ്ഹാനഹു വ തആല, ഇതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കലാം എന്ന സിഫത്ത്, സംസാരം എന്ന സിഫത്തുണ്ട് എന്നതിന് തെളിവുണ്ട്. അഖദത്തിസ് സമാവാതു മിൻഹു റജ്ഫതൻ, എന്നിട്ട് ഇങ്ങനെ അള്ളാഹു ഒരു കാര്യം വഹി നൽകിയാൽ ആകാശലോകത്ത് ആകാശങ്ങൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് പ്രകമ്പനം കൊള്ളും. റജ്ഫത്തൻ ഔ ഖാല റഅദത്തൻ ഷദീദത്തൻ, അല്ലെങ്കിൽ ഷദീദത്തായ ഒരു റായുദത്ത്. അപ്പോൾ ഹാദാ ഷക്കും മിനർ റാവി, ഹദീസ് റിപ്പോർട്ട് ചെയ്ത വ്യക്തിക്ക്
ഉള്ള സംശയമാണിത്. അതായത് അഹദത്തി സമാവാത്തു മിൻഹു റജ്ഫ എന്നാണോ അഹദത്തി സമാവാത്തു റഅദത്തുൻ ഷദീദ എന്നാണോ എന്ന്. അതായത് ഇദാ സമിഅത്ത് കലാം അല്ലാഹി, അത് ആകാശലോകം, ആകാശം അള്ളാഹുവിൻ്റെ സംസാരം കേട്ടാൽ യുസീബുഹ ഖൗഫുൻ വ ഹൈബത്തുൻ ലി കലാമില്ലാഹ്, അള്ളാഹുവിൻ്റെ സംസാരത്തിന് അത് ഭയവും പേടിയും അതിനെ ബാധിക്കും ആകാശത്തെ. വഹാദാ ഫിഹി, ഇതിലെന്തുണ്ട് തെളിവ്? അന്നൽ ജമാദാത്തി തുദ്രികു അളമത റബ്ബിഹ, അള്ളാഹുവിൻ്റെ മഹാത്മ്യം ജീവനില്ലാത്ത വസ്തുക്കൾക്കും എത്തും എന്നതാണ്. വതുസബ്ബിഹുഹു വതുഅള്ളിമുഹു കമാ ഖാല സുബ്ഹാനഹു വതആല. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതആലയെ ജമാദാത്ത് നിർജീവ വസ്തുക്കളും എന്ത് ചെയ്യും? തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, അവനെ വണ്ണപ്പെടുത്തുന്നുണ്ട്, അവൻ്റെ മഹാത്മ്യം അവരും പറയുന്നുണ്ട് അവരുടേതായ രീതിയിൽ എന്നതാണ്. അതിന് കമാ ഖാല സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ പോലെ തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദ്, തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദ് വമൻ ഫീഹിന്ന വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. അങ്ങനെയാണ് ആയത്തിൻ്റെ പൂർണ്ണരൂപം. തുസബ്ബിഹു ലഹു, അവന് തസ്ബീഹ് ചെയ്യുന്നു, അസ്സമാവാതു സബ്ഉ, 7 ആകാശങ്ങളും, വൽ അർദു ഭൂമിയും, വമൻ ഫീഹിന്ന അവയിലുള്ളതും എന്ന്. മറ്റൊരായത്തിൽ കാണാം തകാദു സമാവാതു യതഫത്തർന, ആയത്ത് പൂർണ്ണരൂപം തകാദു സമാവാതു യതഫത്തർന മിൻ ഫൗഖിഹിന്ന വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർദ് അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. അതായത് തകാദു സമാവാതു യതഫത്തർന മിൻ ഫൗഖിഹിന്ന, ആകാശങ്ങൾ അവയുടെ മുകളിൽ നിന്ന് പൊട്ടിപ്പിളരുമാറാകുന്നു അള്ളാഹുവിൻ്റെ മഹാത്മ്യം കാരണം. വൽ മലായികത്തു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, മലക്കുകളാകട്ടെ അവരുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തനം തസ്ബീഹ് ചെയ്യുന്നു. യസ്തഗ്ഫിറൂന, അവർ പാപമോചനം തേടുന്നു, ലിമൻ ഫിൽ അർദി, ഭൂമിയിലുള്ളവർക്ക്. മലക്കുകൾ തെറ്റിയില്ലല്ലോ. അറിയണം, ഇന്നല്ലാഹ അല്ലാഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഗഫൂറാണ്, വളരെ പൊറുക്കുന്നവനും, റഹീം കരുണാവാരിധിയും ആകുന്നു എന്ന്. വകമാ ഫീ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ മറ്റൊരു വചനത്തിൽ ഉള്ളതുപോലെയും. എന്താണ് ആ വചനം? ثم استوى إلى السماء وهي دخان فقال لها وللأرض ائتيا طوعا أو كرها قالتا أتينا طائعين. എന്താണ്? സൂറത്ത് ഫുസ്സിലത്ത് 11-ാമത്തെ ആയത്തിലാണ്. സുമ്മ, പിന്നെ, ഇസ്തവാ ഇലസ്സമായി, അള്ളാഹു ആകാശത്തേക്ക് തിരിഞ്ഞു, വഹിയ ദുഹാനുൻ, അതൊരു പുകയായിരുന്നു. ഫഖാല ലഹ, അപ്പോൾ ആകാശത്തോട് അള്ളാഹു പറഞ്ഞു, വലിൽ അർളി, ഭൂമിയോടും, ഇഅ്തിയാ തൗഅൻ ഔ കർഹ, നിങ്ങൾ രണ്ടും തൗആയിട്ട്, അതായത് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട്, ഇഷ്ടത്തോടെ അനുസരിച്ചുകൊണ്ട്, ഔ കർഹൻ, അല്ലെങ്കിൽ നിർബന്ധിതാവസ്ഥയിൽ അനുസരിച്ചുകൊണ്ട് വരൂ. നിങ്ങൾ രണ്ടും വരൂ. കാലത്താ, അപ്പോൾ ആകാശവും ഭൂമിയും പറഞ്ഞു, അത്തൈന ത്വാഇഈൻ, ഞങ്ങളിതാ വണങ്ങിക്കൊണ്ട് അനുസരിച്ചുകൊണ്ട് ഇതാ വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ നിന്ന് ഭൂമി സൃഷ്ടിച്ച ശേഷമാണ് ആകാശം സൃഷ്ടിച്ചത് എന്ന് തോന്നിപ്പോകരുത്. സുമ്മ എന്ന പ്രയോഗം ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് അടുത്ത കാര്യം പറയാമെന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ്. കാരണം മറ്റ് ആയത്തുകളിൽ നിന്ന് ആകാശം സൃഷ്ടിച്ച ശേഷമാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഏതാകട്ടെ, ഫി ഹാദ, ഇതിലുണ്ട്, അന്ന സമാവാതി വൽ അർദ തതകല്ലമു, ആകാശങ്ങളും ഭൂമിയും സംസാരിക്കുമെന്നുണ്ട്. വ അന്നഹാ തുസബ്ബിഹു, അത് തസ്ബീഹ് ചൊല്ലുകയും ചെയ്യും. അപ്പോൾ അതിനുമുണ്ട് എന്ത്? ഖശ്യത്ത്, ഭയഭക്തിയൊക്കെ. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, അത് സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ ആയത്തിൻ്റെ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പൂർണ്ണരൂപം നോക്കാം. ثم قست قلوبكم من بعد ذلك فهي كالحجارة
فهي كالحجارة أو أشد قسوة وإن من الحجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. എന്താണ് പറയുന്നത്? സുമ്മ ഖസത്ത് ഖുലൂബുക്കും, പിന്നെ നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. മനുഷ്യരോട് അള്ളാഹു പറയാണ് മിൻ ബഅദി ദാലിക, അതിനുശേഷം ഫഹിയ കൽ ഹിജാറത്തി, അത് പാറ പോലെയായി, ഔ അശദ്ദു ഖസ്വ, അല്ലെങ്കിൽ അതിനേക്കാളും കടുത്തതായി പോയി. എന്നിട്ട് അള്ളാഹു പറയുന്ന ഭാഗമാണ് വ ഇന്ന മിനൽ ഹിജാറത്തി, നിശ്ചയം പാറകളിൽ അല്ലെങ്കിൽ ശിലകളിൽ ഉണ്ട്, ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അതായത് അരുവികൾ പൊട്ടി ഒഴുകുന്ന, നദികൾ പൊട്ടി ഒഴുകുന്ന പാറകളുടെ കൂട്ടത്തിലുണ്ട്. അപ്പം പാറ കുറേ കൂടി മൃദുലാണ് നിങ്ങളുടെ മനസ്സുകളെക്കാൾ എന്നർത്ഥം. ഇന്ന മിൻഹ, ആ പാറകളുടെ കൂട്ടത്തിലുണ്ട്, ലമാ യശഖഖു, പൊട്ടിപ്പിളരുന്നവ, ഫയഖ്റുജു മിൻഹുൽ മാ, എന്നിട്ട് ആ പൊട്ടലിൽ നിന്ന് വെള്ളം പുറത്തു വരുന്നു. അങ്ങനത്തെ പാറകളുണ്ട്. ഇന്ന മിൻഹ, അതിലുണ്ട്, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോൾ കണ്ടില്ലേ, ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാ, അള്ളാഹുവിനോടുള്ള ഭയത്താൽ താഴെ വീഴുന്നവയുണ്ട്. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് അശ്രദ്ധനല്ല എന്ന്. അപ്പോൾ ഇവിടെ പാറകളും തസ്ബീഹ് ചൊല്ലി അവർക്കും ഖശ്യത്ത്, ഭയപ്പാടും ഒക്കെ ഉണ്ട്, അള്ളാഹുവിൽ ഭയപ്പാടൊക്കെ ഉണ്ട് എന്ന് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ രൂപമൊന്നും നമുക്കറിയില്ല. ഇനി ഫഇദാ സമിഅ ദാലിക അഹ്ലുസ് സമാവാതി, അങ്ങനെ അള്ളാഹുവിൻ്റെ കലാം അത് ആകാശത്തുള്ളവർ കേട്ടാൽ, യാനി ഉദ്ദേശിക്കുന്നത് സമിഅൽ മലായികത്തു കലാം അല്ലാഹി അയ്ളൻ, അതായത് അള്ളാഹുവിൻ്റെ മലക്കുകളും ഉൾപ്പെടുമല്ലോ. അഹ്ലുസ് സമാവാത്ത് അറിയുമ്പോൾ ആകാശത്തുള്ളവർ. അപ്പോൾ ആകാശത്തുള്ള മലക്കുകൾ ഉൾപ്പെടെ അള്ളാഹുവിൻ്റെ കലാം കേട്ടാൽ സ്വയഖൂ, അവരെന്ത് ചെയ്യും? ബോധക്ഷയം സംഭവിക്കും അവർക്ക്. ബിമാന അന്നഹു യുഗ്ഷാ അലൈഹിം മിനൽ ഖൗഫി മിനല്ലാഹി അസ്സ വജല്ല വൽ ഹൈബത്തി വൽ ജലാൽ. അപ്പോൾ അള്ളാഹുവിനോടുള്ള ആ പേടി നിമിത്തം, അള്ളാഹുവിനോടുള്ള ആദരവ് നിമിത്തം അവർ മൊഹാലസ്യപ്പെടുമെന്നതാണ്. വഖറൂലില്ലാഹ്, അവർ അള്ളാഹുവിനായി വീഴും. എങ്ങനെ? എൻഹത്തൂന ലില്ലാഹി സുജ്ജദ, സുജൂദിലായിക്കൊണ്ട് വീഴും. അലാ വുജൂഹിഹിം തഅളീമൻ ലില്ലാഹി വ തഅബ്ബുദൻ ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള തഅബ്ബുദ്, തഅളീം, ആദരവ് എന്ന നിലയിൽ. ഖദ് യകൂനു സുജൂദു ഖബ്ല സ്വാഖ്, അപ്പോൾ അവിടെ സുജൂദ് സ്വാഖ്, ബോധം ക്ഷയത്തിന് മുമ്പ് ആയിരിക്കാം. വഖദ് യകൂനു ബഅദ സ്വാഖ്, അതിന് ശേഷമാവാം. ലിഅന്നൽ വാവ് ലാ തഖ്തദി അത്തർതീബ, ഇവിടുത്തെ വാവ് തർത്തീബിനെ സൂചിപ്പിക്കുന്നില്ല. വഫീ ഹാദാ ദലീലുൻ അലാ അന്നൽ മലായികത ഇബാദുൻ ലില്ലാഹ് യഖാഫൂനഹു വയഹാബൂനഹു. അപ്പോൾ ഇതിലെന്ത് തെളിവുണ്ട്? മലക്കുകൾ അള്ളാഹുവിൻ്റെ ദാസന്മാരാണ്, അവർ അവനെ ഭയപ്പെടുന്നു, അവനെ പേടിക്കുന്നു എന്ന് ഇതിൽ തെളിവുണ്ട്. കമാ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞതുപോലെ, ബൽ ഇബാദും മുക്റമൂൻ, ഇബാദും മിൻ ഇബാദില്ലാഹ്, അതായത് മലക്കുകളെ കുറിച്ച് അള്ളാഹു പറയുന്നത് ബൽ ഇബാദും മുക്റമൂൻ, അവർ അള്ളാഹുവിൻ്റെ ആദരണീയരായ അടിമകളാണ്. ഇബാദും മിൻ ഇബാദില്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമയിൽപ്പെട്ട അടിമകൾ. യഖാഫൂന മിനല്ലാഹി വയസ്ജുദൂന ലഹു, അവർ അള്ളാഹുവിനെ ഭയക്കുന്നു, അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്നു. വൽ അബ്ദു ലാ യജൂസു അൻ യുഅബദ, അബ്ദ്, ദാസൻ ആരാധിക്കപ്പെടാൻ പറ്റില്ല. അപ്പോൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്ന് വ്യക്തമായി. വല യുദ്അ, പ്രാർത്ഥിക്കപ്പെടാൻ പാടില്ല. അപ്പം മലക്കുകളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, സൃഷ്ടികളുടെ ആരോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പോൾ ഇസ്തിഗാസ ബിഹി, ഇസ്തിഗാസ ചെയ്യാൻ പറ്റില്ല, വിപത്ത് ഘട്ടങ്ങളിൽ സഹായാർത്ഥന നടത്താൻ പറ്റില്ല മലക്കുകളോട്. ഇന്നമാ യുഅബദു അല്ലാഹു സുബ്ഹാനഹു വ തആല, ആരാധിക്കപ്പെടേണ്ടത്, ഇബാദത്ത് ചെയ്യപ്പെടേണ്ടത് അള്ളാഹുവിന് മാത്രമാണ്. വഹാദാ ഹുവല്ലദീ സാഖൽ മുസന്നിഫു റഹിമഹുല്ലാഹ് ഹാദൽ ഹദീസു മിൻ അജ്ലിഹി. അപ്പോൾ ഈ ഹദീസ് മുസന്നിഫ്, ഇവിടെ ഗ്രന്ഥകാരൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് കൊണ്ടുവന്നത് ഈ ഒരു ആവശ്യത്തിനാണ്. വഹുവ, അതായത് അർറദ്ദു അലൽ മുശ്രിക്കീന അല്ലദീന യതഅല്ലഖൂന ബിൽ മഖ്ലൂഖീന ഫി ഖളാഇൽ ഹജാത്തി അല്ലത്തി ലാ യഖ്ദിറു അലൈഹാ ഇല്ലല്ലാഹ്, അള്ളാഹുവിന് മാത്രമല്ലാതെ സാധിക്കാത്ത അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ സൃഷ്ടികളുമായി ബന്ധപ്പെടുന്നു മുശ്രിക്കുകൾ എന്നതിനെ ഖണ്ഡിക്കുകയാണ്. അത് പാടില്ല എന്ന്. വത്തഫ്രീജിൽ കുർബാത്തി, പ്രയാസങ്ങൾ നീക്കിക്കിട്ടുന്നതിനും. വഹുവ അന്നഹു ഇദാ കാനത്തിൽ മലായികത്തു മഅ അളമതിഹിം വഖുവ്വതിഹിം വമകാനതിഹിം, അപ്പോൾ മലക്കുകൾ അവരുടെ മാഹാത്മ്യം, ശക്തിയും പദവിയും ഒക്കെ
അതൊക്കെ ഉള്ളതോടൊപ്പം തന്നെ ബിമാഫിഹിം ജിബ്രീൽ അലൈഹി സ്വലാം, അവരുടെ കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാം വരെ ഉണ്ട്. കാനു ബിഹാദിഹിൽ മസാബത്തി, ഈ ഒരു സ്റ്റാറ്റസിലായിട്ടും ഇദാ സമിഉ കലാം അള്ളാഹുവിൻ്റെ കലാം അവർ കേട്ടാൽ ദല്ല അല അന്നഹും ലൈസ ലഹും മിനൽ അംരി ഷൈ, അവർക്ക് യാതൊരു കാര്യവും അധികാരത്തിലില്ല എന്ന് മനസ്സിലാക്കാം. വഅന്നഹു ലാ യജൂസു അൻ യുദ്ഉഅ അവർ പ്രാർത്ഥിക്കപ്പെടാൻ അനുവദിക്കപ്പെടുന്നതല്ല. ഇസ്തഗാസു ബിഹിം, അവരോട് സഹായം തേടപ്പെടാൻ പറ്റില്ല. ഇദാ കാന ഫീ ഹഖിൽ മലായികത്തി, മലക്കളുടെ വിഷയം എങ്ങനെയാണെങ്കിൽ ഫീ ഹഖി ഗൈരിഹിം മിൻ ബാബി ഔലാ, പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. ഫലാ യജൂസു ദുആഉ സ്വാലിഹീന, അപ്പോൾ സ്വാലിഹീങ്ങളോട് ദുആ ചെയ്യാൻ പാടില്ല. അവർ ഇസ്തിഗാസത്ത് ബിഹിം, അവരോട് ഇസ്തിഗാസ നടത്താൻ പാടില്ല. അവർ തഖർറുബി ഇലൈഹിം ബിൽ ഇബാദത്ത്, ഇബാദത്ത് കൊണ്ട് അവരോട് തഖർറുബ് സാമീപ്യം ശ്രദ്ധിക്കാൻ പാടില്ല. അറവ് നേർച്ച അതല്ലാത്ത മറ്റു കാര്യങ്ങൾ കൊണ്ടും അവരിലേക്ക് അടുക്കാൻ പറ്റില്ല. കുല്ലു ഹദബാത്തുൽ, ഇതൊക്കെ ബാത്തുലാണ്. ഷിർക്കുൻ അക്ബർ, ഇതൊക്കെ ഷിർക്കുൻ അക്ബറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കാണ് എന്നർത്ഥം. ഇനി